നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൻ്റെ നമ്മുടെ വീടുകളിൽ ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന ചില സംഗതികളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില വസ്തുക്കൾ. ഒന്ന്, നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റ്. നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റ് കീറിയത് അതുപോലെ ദുഷിച്ചത് ആണെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മൾക്ക് അതാത് ദിവസങ്ങളിൽ പുലർച്ചെ മുതൽ രാത്രി വരെ ലഭിക്കേണ്ട എല്ലാ പോസിറ്റീവുകളും നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മുടെ ബെഡ്ഷീറ്റുകൾ കഴിവതും നന്നായി കഴുകി നല്ല വൃത്തിയുള്ള ഈറലോ പൊട്ടലോ ഒന്നുമില്ലാത്ത നല്ല ബെഡ്ഷീറ്റുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. രണ്ട്, നമ്മുടെ വീട്ടിലെ ചെരുപ്പുകൾ. സാധാരണ നമ്മൾ ചില വീടുകളിൽ ചെല്ലുമ്പോൾ കാണാറുള്ളതാണ് ചുവട്ടിൽ വലിയ വട്ടം വീണ ചെരുപ്പുകൾ. ഇത് ശരിക്കും ദാരിദ്ര്യത്തെ വിളിച്ചു കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ്. ശരിക്കും നമ്മൾ പറഞ്ഞാൽ ലക്ഷ്മിയുടെ വാസത്തെ തന്നെ തടയുന്ന ഒരു വസ്തുതയാണ്. അടുത്തത് ചില ഇലക്ട്രിക് ഉപകരണങ്ങൾ. ഇലക്ട്രിക് ഷോർട്ടായി കത്തിപ്പോയ ചില വസ്തുക്കൾ, അതുപോലെ ചില പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ, ഇതൊക്കെ നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഇത് ശരിക്കും നമ്മുടെ ധനാഗമനത്തെയും ഐശ്വര്യങ്ങളെയും തടയുന്ന വസ്തുക്കളാണ്. പിന്നീട് പൊട്ടിയ കണ്ണാടികൾ, അതുപോലെ അടുക്കളയിലിരിക്കുന്ന പൊട്ടിയതും കേടുവന്നതുമായ പാത്രം, ഇതൊക്കെ ശരിക്കും നമ്മുടെ ധനാഗമനത്തെയും വീട്ടിലെ ഐക്യതയും നശിപ്പിക്കുന്ന സംഗതികളാണ്. അടുത്തത്, നമ്മൾ ഈ വാരിക്കൂട്ടി വച്ചിരിക്കുന്ന ചില പുസ്തകങ്ങൾ, ബൈൻഡുകളേറിയതും കീറിപ്പറിഞ്ഞതുമായ ചില പുസ്തകങ്ങൾ, അതുപോലെ ശുഭകരമല്ലാത്ത ചില വസ്തുക്കൾ. അങ്ങനെ ശുഭകരമല്ലാത്ത വസ്തുക്കൾ എന്ന് നമ്മൾ പറയുമ്പോൾ ഓടാത്ത ക്ലോക്കുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന വാച്ചുകൾ, അതുപോലെ ഒരുമാതിരിയുള്ള ഈ പഴയ ഫോണുകൾ, ഇതെല്ലാം ഇങ്ങനെ പറയപ്പെടുന്ന വസ്തുതകളിൽ വരുന്നതാണ്. നമ്മുടെ വീടിൻ്റെ മുറ്റമായാൽ തന്നെ ദിവസവും അടിച്ചു വൃത്തിയാക്കി ശുഭ അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. കാര്യം ലക്ഷ്മി മാസത്തെ തടയുന്ന ചില സംഗതികളാണ് ഇതൊക്കെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ തന്നെ ഉൾപ്പെടുത്തുകയാണ്. ശരിക്കും പൂർണ്ണമായ പോസിറ്റീവ് ആ വീട്ടിൽ ലഭിക്കും. അതുപോലെ ചില വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണാം ചുറ്റുവട്ടവും ഉണങ്ങിയ വൃക്ഷങ്ങൾ നിൽക്കുന്നത്. അത് ആ വീട്ടിലെ അനൈക്യതയും സമ്പദ്ഘടനയും നമ്മളെ ദൃഷ്ടിയിൽ പതിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. ഉണങ്ങിയ വൃക്ഷങ്ങളും അതുപോലുള്ള സംഗതികളുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ആ വീട്ടിൽ അനൈക്യതയും സമ്പദ്ഘടനയ്ക്ക് വളരെയേറെ ശോഷണാവസ്ഥയും ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ നിത്യവും അറിഞ്ഞുകൊണ്ട് ഓരോന്നും കരുതലോടെ ചെയ്യാൻ ശ്രമിച്ചാൽ പൂർണ്ണമായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കും. എപ്പോഴും നമ്മൾ വീട്ടിൽ ശുഭകാരകന്മാരായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ പഴയ സാധനങ്ങളും ഈ പറഞ്ഞ തരത്തിലുള്ള വസ്തുക്കളും ബെഡ്ഷീറ്റുകളും വസ്ത്രങ്ങളും ഒക്കെ ആ വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കാനായി നമ്മൾ ശ്രമിക്കുക. അത് ചെയ്യുമ്പോൾ തന്നെ 100% മാറ്റം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകും. നന്ദി.